2007 സീതാ കല്യാണം ചെയ്തു. പിന്നീട് 2008, 2009 ഹിന്ദി ചിത്രങ്ങളാണല്ലോ ടി.കെ. പ്രധാനമായും ചെയ്തിരിക്കുന്നത്. രാജാക്കോ, റാണി സെ പ്യാർ ഹോ ഗയ, ഫ്രീ കിക്ക്, ചൽ ചലാ ചൽ തുടങ്ങിയ ചിത്രങ്ങൾ. അത് എങ്ങനെയാണ് ഹിന്ദിയിലേക്കുള്ള ആ ഒരു മാറ്റത്തിന്? ഹിന്ദിയിലേക്ക് ആക്ച്വലി 96 ശ്രീ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞിട്ടാണ് ഞാനൊരു സിനിമയുടെ കഥ ആലോചിക്കുന്നത്. അതാണ് രാജാക്കോ റാണി സെ പ്യാർ ഹോ ഗയ എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ ഹിന്ദിയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ഈ 3 പടങ്ങൾക്കും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സ് പ്രൊഡക്ഷൻ ലെവലിൽ വന്നു. രാജാക്കോ റാണിയിലുണ്ടായിരുന്ന ഒരു ഷൂട്ടിംഗ് ഭംഗിയായി നടക്കുന്നു. അതിലൊരു ആനക്കുട്ടിയായിരുന്നു മെയിൻ ക്യാരക്ടർ. നമ്മൾ തിരുവല്ലയിലുണ്ടായിരുന്ന ഒരു ആനക്കുട്ടിയായിരുന്നു. ഇതിന് അന്നത്തെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന സംഘടനകൾ കേസ് കൊടുക്കുകയും അങ്ങനെ ഈ സിനിമ വർഷങ്ങളോളം കിടന്നുപോയി. നിരന്തരം കേസും, അതായത് നമ്മൾ ഈ ആനക്കുട്ടിയെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് കേസ് കൊടുത്തിട്ട്, എന്നാൽ ആനക്കുട്ടി വളരെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഗ്രാഫിക്കലിയാണ്. അതായത് നമ്മളിത് നരിമാൻ പോയിന്റിൽ കൂടെയൊക്കെ നടക്കുന്ന ഷോട്ട്സ് ഉണ്ട്. നമ്മളിതിനെ ബോംബെയിൽ കൊണ്ടുപോയെന്നൊക്കെയാണ് ഇവർ കോടതിയിൽ വാദിച്ചത്. പക്ഷെ സത്യത്തിൽ അത് ഗ്രാഫിക്കലി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നെ പ്രൂവ് ചെയ്തെങ്കിലും അന്ന് അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളായിരുന്നു ഈ പടത്തിലെ ഹീറോയിനും. അവരുടെ ബോംബെ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ടാണ് പീക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ ഈ കേസ് കാരണം ഈ പടം ഇങ്ങനെ കിടന്ന് ഒരു 6-7 കൊല്ലം എല്ലാ വാല്യൂയും പോയി. ആ പടത്തിന്റെ വാല്യൂ പോയി. മനോഹരമായിട്ടുള്ള അതിനകത്ത് ആനക്കുട്ടിയുടെ ഷോർട്സ് മുഴുവൻ എഡിറ്റ് ചെയ്യപ്പെട്ടു. സെൻസറിൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിരുന്നത്, അതിന്റെ കംപ്ലീറ്റ് പൂർണ്ണമായിരുന്ന സിനിമയുടെ എല്ലാ സ്വഭാവം മാറിയിട്ട് ഈ സിനിമ 6-7 കൊല്ലത്തിന് ശേഷം ഒരു പ്രോപ്പർ റിലീസ് പോലും ഉണ്ടായിരുന്നില്ല. ടെലിവിഷനിൽ അത് പലപ്പോഴും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫസ്റ്റ് സിനിമയിൽ ഉണ്ടായി. രണ്ടാമത് ചൽ എന്നുള്ള സിനിമ പ്രിയദർശനും സവിനാട് വിജയകുമാറോടെ പ്രൊഡ്യൂസ് ചെയ്ത ഹിന്ദി സിനിമയാണ്. അത് നമ്മുടെ വരവേൽപ്പ് എന്നുള്ള സിനിമയുടെ റീമേക്ക്. അപ്പോൾ ഗോവിന്ദ എന്ന് പറഞ്ഞ ആക്ടർ തിരിച്ചു വന്നു. അയാൾ ഇപ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അയാളെപ്പറ്റി കേൾക്കുന്നത് ഒരിക്കലും സമയത്ത് വരാത്തൊരു ആക്ടർ എന്നുള്ളതാണ്. അല്ല, അയാൾ ഡിസിപ്ലിൻഡ് ആയി എന്നൊക്കെ കേട്ടിട്ടാണ് നമ്മൾ അയാളെ കാസ്റ്റ് ചെയ്യുന്നത്. അയാളൊരു കോമൺ മാൻ ഹീറോ ആണല്ലോ. അതും ഇതേപോലെ ഭയങ്കര ദുരന്തത്തിൽ അവസാനിച്ചു. ഇയാൾ ഒരു ദിവസവും ഷൂട്ടിങ്ങിന് വരത്തില്ല. ഞങ്ങൾ പൂനെയിൽ ഇങ്ങനെ ഫുൾ യൂണിറ്റുമായിട്ട് കിടക്കുക. വൈകിട്ട് 4 മണിക്ക് വരും, 5 മണിക്ക് വരും, എന്നിട്ട് 6 മണിക്ക് പോവും. ഒരു തരത്തിലും ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നീട്ടി കൊണ്ടുപോയി. അങ്ങനെ പടം എങ്ങനെയും ഞങ്ങൾ വല്ലച്ചാതി തീർത്തു. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറയുമായിരുന്നു, ഫോട്ടോഗ്രാഫി അല്ല ഈ സിനിമയ്ക്ക്, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ്, വല്ലപ്പോഴും വരുമ്പം എടുത്തോണം, അല്ലെങ്കിൽ ഇത് പോവും. അങ്ങനെ ആ സമയം കൊണ്ട് ഗോവിന്ദയുടെ മാർക്കറ്റ് കംപ്ലീറ്റ് പോകുന്നു. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള പുള്ളിയുടെ ചില ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ ഒന്ന് ഈ പടം ഇതേപോലെ ഡബ് ചെയ്യാതെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ആരും അറിയാതെ തിയേറ്ററിൽ വന്നു. അത് നല്ല സിനിമയായിരുന്നു ആക്ച്വലി. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നാച്ചുറലി സിനിമയുടെ ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയുള്ളൂ. ഇത് പ്രോപ്പർ സമയത്ത് തിയേറ്ററിൽ വന്നില്ല, പിന്നെ നാച്ചുറലി ഈ പടത്തിന് പിന്നെ വിലയില്ല. പിന്നെ ഞാൻ ചെയ്തൊരു പടം കുസ്തി, അത് മുത്താരംകുന്ന് പിയോയുടെ റീമേക്ക്. അത് വളരെ നന്നായി സക്സസ്ഫുൾ ആയിട്ട് പോയൊരു സിനിമ. രാജ്പാൽ യാദവ് ഹീറോ ആയിട്ട് ഒരു ചെറിയ ക്യൂട്ട് ലിറ്റിൽ ഹിന്ദി ഫിലിമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഫ്രീ കിക്ക്, അതിപ്പോൾ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. അത് പക്ഷേ വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. അത് റെഗുലർ റൺ ഓഫ് ദ മിൽ സിനിമയല്ല. പേഷ്യന്റ് ആസ് എ കസ്റ്റമർ എന്നുള്ളതാണ് അതിന്റെ തീം. കസ്റ്റമർ ഇന്ന് മെഡിക്കൽ വേൾഡിൽ നടക്കുന്ന വളരെ അൺഎത്തിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്. ഒരു ഫുട്ബോൾ പ്ലെയറാണ് അതിന്റെ ഹീറോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ കിക്ക് എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ സൗണ്ട് ട്രാക്ക് ഫുട്ബോൾ കമന്ററിയാണ് മജോറിറ്റി. അതായത് ഇയാളൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന ആള് ഒരു ഇൻഷുറൻസ് ഏജന്റും കൂടിയാണ്. അയാൾക്കുണ്ടാകുന്ന ഒരു ചെറിയ തലവേദന എങ്ങനെയാണ് ഒരു മോഡേൺ മെഡിസിൻ അതിനോടുള്ള അപ്രോച്ച്, പേഷ്യന്റിനെ കസ്റ്റമറായി കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ച്, ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. അപ്പോൾ ഏതാണ്ട് ഒരു ഫുട്ബോൾ മാച്ച് പോലെ ഇയാളെ ഓരോ ടെസ്റ്റുകളിലേക്ക് കിക്ക് ചെയ്ത് ഇന്ന് നടക്കുന്ന അതിനകത്ത് എല്ലാ അട്രോസിറ്റീസും, അതിന്റെ കമ്മീഷൻ ബിസിനസ്, ലാബിന്റെ കമ്മീഷൻ ബിസിനസ്, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, പിന്നെ വളരെ സയന്റിഫിക് ആയിട്ട് പല ഡോക്ടേഴ്സിന്റെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മെഡിക്കൽ ആ ട്രീറ്റ്മെന്റ്, അതിന്റെ പോക്ക് എല്ലാം വളരെ കൃത്യമായി അറിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, അതിൽ അഭിനയിക്കുന്നവരെല്ലാം തിയേറ്റർ ആൾക്കാരാണ്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ തിയേറ്ററിലെത്തും. അതെനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയെ കുറിച്ചുകൂടി അന്വേഷിക്കട്ടെ. തത്സമയം ഒരു പെൺകുട്ടി
അത് അങ്ങയുടെ 2-3 തരം ചിത്രങ്ങളാണ്. ഒന്ന്, ഒരു കാൽപ്പനിക തലത്തിൽ ഉയർന്നു പോകുന്ന ചിത്രങ്ങൾ, സാമൂഹിക പ്രമേയങ്ങളുടെ ചില ചിത്രങ്ങൾ, ഒരു സർറിയലിസ്റ്റിക് പാറ്റേണിലുള്ള ചില അഗാധ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ. ഇങ്ങനെ ഈ തത്സമയം പെൺകുട്ടി ഇന്നത്തെ ഈ റിയാലിറ്റി ഷോ, TV ഷോ, ഇതിനോടൊക്കെയുള്ള അങ്ങയുടെ ഒരു റെസ്പോൺസാണ്, അങ്ങനെ കരുതാമോ? എന്താണ് അങ്ങനെ തന്നെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ കഥ തുടങ്ങാനുള്ള, അങ്ങനെ ഒരു കഥ ആലോചിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ തന്നെ ഒരു അടുത്ത ഫ്രണ്ടിൻ്റെ മകൾ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പങ്കെടുക്കുകയും അങ്ങനെ അതിൻ്റെ SMS വേണ്ടി ഒരു ഏജൻസി അദ്ദേഹത്തിനെ സമീപിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ ഏജൻസിയുടെ ആളും ഈ കുട്ടിയുടെ അച്ഛനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു ടേബിളിലിരുന്നാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. ഇത്ര SMS-ന് ഇത്ര രൂപ. ഞാൻ അന്തപ്പെട്ടു ആക്ച്വലി. കാര്യം അതാണ് ശരിക്കും ആ പടം, അങ്ങനെ ഒരു സിനിമ ആലോചിക്കാനുള്ള റീസൺ. വേറൊന്നുമല്ല, ഇപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ ഇത് പറയുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇത് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളതല്ല. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ വളരെയധികം പൊള്യൂട്ടഡ് ആണ് സൊസൈറ്റി, അതുകൊണ്ട് എല്ലായിടത്തും ഏത് ബിസിനസ്സിലായാലും അതുണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും ഇതിലുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ ഉൾക്കളികളും, മറിച്ച് ഇത് കൊണ്ടുണ്ടാകുന്ന സൊസൈറ്റിയിലുണ്ടാകുന്ന മറ്റു ചില ആൾക്കാർക്കുണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ആ പെൺകുട്ടിക്കുണ്ടാകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ഒരിക്കലും നമ്മളിവിടെ ഒരു റിയാലിറ്റി ഷോയിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ ആയിരുന്നു ആ സിനിമയുടെ ഒരു ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു എലമെന്റ്. കാര്യം ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അമേരിക്കൻ ഐഡൽ എന്ന് പറയുന്ന സാധനം ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ, അവർ ആ കോമ്പറ്റീറ്റേഴ്സിനെ മാനസികമായി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ആ ഷോ നടത്തുന്നത്. അതായത് എല്ലാ അവസരങ്ങളിലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പിന്നീട് ലൈഫിൽ ഒരു ടർമോയിൽ ഉണ്ടാവരുത്. കാര്യം ഒരു സമയത്തുള്ളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പെട്ടെന്ന് താഴോട്ട് പോകുന്നു, വേ ഓഫ് ലൈഫ് മാറുന്നു. പക്ഷെ അതനുസരിച്ചിട്ട് പ്രോപ്പർ കൗൺസിലിംഗ് ഉൾപ്പെടെയാണ് അവിടെ ഷോ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഈ മനുഷ്യരുടെ ചില ആഗ്രഹങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, 1 കോടി രൂപയുടെ വീടോ അങ്ങനെയുള്ള ചില ഫിസിക്കൽ എൻറ്റിറ്റി വെച്ചുകൊണ്ട് ഐഡിയലായിട്ട് വരണ്ട. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സാർ, ഈ റിയാലിറ്റി ഷോസിൽ നിന്ന് ഒരു ടാലൻറ്റ് പുറത്തു വന്നിട്ട് എക്സൽ ചെയ്യുന്നൊരു ടാലൻറ്റ് നമുക്ക് കാണാൻ കഴിയിട്ടില്ല. അപ്പം അതിനുള്ള അവസരങ്ങളും നമ്മൾ ഇല്ലാതെ വരുന്നു. അപ്പം ഇത്തരത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മാനസികമായിട്ടുള്ള ഒരു എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് പോലും നമ്മൾ സ്റ്റഡി ചെയ്യാതെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പുറപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ആ സിനിമ സത്യത്തിൽ ഇത്തരം 2 ഒബ്സർവേഷൻ വെച്ചിട്ട് ചെയ്ത സിനിമ. പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഏത് ഫിലിം മേക്കറിൻ്റെയും ഡ്രീമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ചെയ്യാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വേണ്ടി വരും. കുട്ടികളാണെങ്കിലും അവരൊക്കെ നമ്മുടെ ഈ ആക്ടിവിറ്റീസിൽ ഒരു പാർട്ടാണ്, അറിഞ്ഞോ അറിയാതെ. Jai Hind TV, for the family, for the nation. സംഭാഷണത്തിന്റെ ഈ അവസാന ഘട്ടത്തിൽ 2 ഫ്രെയിമുകൾ. ഒന്ന്, അങ്ങയുടെ പിറന്ന സ്ഥലം, വീട്, വളർന്ന വീട്, പഠിച്ച സ്കൂൾ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു തലം. അതേക്കുറിച്ച് പ്രേക്ഷകരോട് 1961 സെപ്റ്റംബർ 20 കോട്ടയത്ത് താഴത്ത് പുരക്കൽ വീട്ടിൽ, തറവാട്ടിൽ ജനനം. അച്ഛൻ ശ്രീ TS കരുണാകര പണിക്കർ, അദ്ദേഹം ദിവംഗതനായി അല്ലേ. അമ്മ ശ്രീമതി TK ഇന്ദിരക്കുട്ടി അമ്മ, ഭാര്യ ലത കുര്യൻ രാജീവ്, ചിത്രകാരിയാണ്, കലാസംരംഭക കൂടിയാണ്. അങ്ങയുടെ പല ഉദ്യമങ്ങളിലും സജീവ പങ്കാളിത്തം. മക്കൾ മൃണാൾ, കീർത്തന. ഇങ്ങനെയുള്ള ആദ്യത്തെ ഒരു ജനിച്ചു വളർന്ന വീട്ടിലെ ഒരു ഫ്രെയിം. രണ്ടാമത്തെ ഫ്രെയിം, സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാകുന്നത് തൻ്റെ ചലച്ചിത്ര വ്യാകരണങ്ങളുടെ സാക്ഷാത്കാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കരുതി ബ്ലൂ മെർമെയ്ഡ് എന്നുള്ള പ്രൊഡക്ഷൻ ഹൗസ്. ഈ 2 ഫ്രെയിമുകളും ഇപ്പോൾ അങ്ങ് എങ്ങനെ താരതമ്യം ചെയ്യുന്നു, എങ്ങനെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്നു? അതാണ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഏത് ഫിലിം മേക്കറിൻ്റെയും ഡ്രീമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ചെയ്യാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വേണ്ടി വരും. മറ്റു കോംപ്രമൈസുകളില്ലാതെ ഒരു സിനിമ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സിനിമകളായിരിക്കും ചിലപ്പോൾ ആ പ്രൊഡക്ഷനിൽ ആലോചിക്കുന്നത്. എങ്കിൽ പോലും മാനസികമായി വളരെ 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 ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്ഷൻ ഹൗസ് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ബ്ലൂ മെർമെയ്ഡ് പിക്ചർ കമ്പനി എന്നുള്ള പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്നത്. 2 സിനിമ നിർമ്മിച്ചു, ജലമർമ്മരവും ശേഷത്തിന് എനിക്ക് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, വേറൊരു ചാനലുമായിട്ട് ചേർന്നായിരുന്നു. ഇനിയിപ്പോൾ ഇനി ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമയും ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസും എൻ്റെ 2 അടുത്ത റിലേറ്റീവ്സും കൂടെ ചേർന്നിട്ട് എൻ്റെ അത് സമപ്രായക്കാരായ 2 പേരും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു പുതിയൊരു സിനിമ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ തുടങ്ങുന്നു. ഇപ്പുറത്തെ സാറ് പറഞ്ഞ പോലെ കുടുംബം തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെയും ആദ്യ എതിർപ്പുകൾ, സിനിമാ സംവിധാനം പഠിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ എതിർപ്പുകൾ കാലക്രമേണ മാറുകയും ബാങ്കിലെ ജോലി റിസൈൻ ചെയ്യേണ്ടിയും വന്നു എനിക്ക്. പിന്നീട് വിവാഹം വളരെ വൈകിയായിരുന്നു. അതാണ് 36 വയസ്സിലെങ്ങാണ്ടാണ് കല്യാണം കഴിക്കുന്നത്. ലത ഈ പറഞ്ഞ പോലെ ഒരു ആർട്ട് ഹിസ്റ്റോറിയനാണ്. തീർച്ചയായിട്ടും എൻ്റെ ഇത്തരം സിനിമാ പ്രവർത്തനങ്ങൾക്ക് ഒരു വളരെയധികം സപ്പോർട്ട് സിസ്റ്റം തരുന്ന ഒരാളാണ് ലത. അപ്പോൾ ലതയാണ് ഈ പ്രൊഡക്ഷൻ ഹൗസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി എന്നുള്ള നിലയ്ക്ക് ബേസിക്കലി സിനിമ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഫാമിലിയുമായിട്ട് കൃത്യമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് തന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കുട്ടികളാണെങ്കിലും അവരൊക്കെ നമ്മുടെ ഈ ആക്ടിവിറ്റീസിൽ ഒരു പാർട്ടാണ്, അറിഞ്ഞോ അറിയാതെയോ. അവരൊന്നും നാളെ ഫിലിം മേക്കേഴ്സ് ആവുമെന്നുള്ള അർത്ഥത്തിലല്ല, എങ്കിൽ പോലും വേറെ പാർട്ട് ഓഫ് ഞാനെന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് വി ലിവ് ആസ് എ ഫാമിലി, ഈവൻ ദോ പ്രൊഡക്ഷൻ ഹൗസും വീടും അങ്ങനെ രണ്ടായിട്ട് കാണുന്നതിന് പകരം എവറിത്തിങ് ഹാപ്പൻസ് അറ്റ് ഹോം. ദീർഘ സംഭാഷണം അനുവദിച്ച ഉദാരതയ്ക്ക് നന്ദി, നമസ്കാരം.